നാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കൽ ബ്ലോക്ക് 2 2 യൂണിറ്റ് മുതലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ദ കാറ്റഗറി ഇൻ ലോജിക്? എ കളക്ഷൻ ഓഫ് ആൾ ഒബ്ജക്റ്റ് ഹാവിങ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ ആയിട്ടുള്ള സ്വഭാവവും അതുപോലെ അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റുകളും നമുക്കുണ്ട്. അത് അതിൻ്റെ എല്ലാം ഒരു കളക്ഷനാണ്. കാറ്റഗറിക്കൽ ലോജിക്കിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഒബ്ജക്റ്റുകളും നൽകുന്ന ഒരു കളക്ഷനാണ് കാറ്റഗറിക്കൽ ലോജിക് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ 4 kinds ഓഫ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി? ക്വാളിറ്റിയുടെയും ക്വാണ്ടിറ്റിയുടെയും അനുസരിച്ച് അതിൻ്റെ ബേസിൽ അതിനെ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു 4 ടൈപ്പായിട്ട്. അത് ഏതൊക്കെയെന്നാണ്? അതിൽ ഒന്നെന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രിപ്പോസിഷനാണ്. അതിനെ കാണിക്കുന്ന ലെറ്റർ അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ എസ്സും പി ആണെന്നുള്ളത്. അടുത്ത യൂണിവേഴ്സൽ നെഗറ്റീവിൽ പറയുന്നത് ഈ പ്രിപ്പോസിഷനാണ്. അതിൽ പറയുന്നത് അതിൻ്റെ ലെറ്റർ ഇ ആണ്. അതിൽ പറയുന്നത് എല്ലാ എസ്സും പി അല്ല എന്നാണ്. അടുത്ത പർട്ടിക്കുലർ അഫർമേറ്റീവാണ്. അതിൻ്റെ ലെറ്റർ എന്ന് പറയുന്നത് ഐ പ്രിപ്പോസിഷനാണ്. അത് എല്ലാ എസ്സും പി കുറച്ച് എസ്സുകൾ പി ആണെന്നുള്ളതാണ്. അടുത്ത പർട്ടിക്കുലർ നെഗറ്റീവിൽ പറയുന്ന ഓ പ്രിപ്പോസിഷനാണ്. ലെറ്റർ കൊടുക്കുന്നത് ഓ ആണ്. അതിൽ പറയുന്നത് കുറച്ച് എസ്സുകൾ പി അല്ല എന്നുള്ളതാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് വിച്ച് ആർ ദ പ്രിപ്പോസിഷൻ ദാറ്റ് ഹാവ് കോൺട്രഡിക്ടറി റിലേഷൻ ഇൻ ദ ട്രഡീഷണൽ സ്ക്വയർ ഓഫ് ദ ഓപ്പോസിഷൻസ്. അതിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് എ ആൻഡ് ഓയും ഇ ആൻഡ് ഐ ആണ്. അപ്പം യൂണിവേഴ്സൽ അഫർമേറ്റീവും നെഗറ്റീവിനും നമ്മൾ കൊടുക്കുന്നത് യൂണിവേഴ്സൽ അഫർമേറ്റീവിന് നമ്മൾ എ പ്രപ്പോസിഷൻ കൊടുക്കുമ്പോൾ പർട്ടിക്കുലർ അഫർമേറ്റീവിന് നമ്മൾ ഓ പ്രപ്പോസിഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ പർട്ടിക്കുലർ നെഗറ്റീവിന് നമ്മൾ കൊടുക്കുന്നത് ഓ ആണ്. അപ്പോൾ യൂണിവേഴ്സൽ അഫർമേറ്റീവിന് നമ്മൾ എ കൊടുക്കുമ്പം പർട്ടിക്കുലർ നെഗറ്റീവിന് നമ്മൾ കൊടുക്കുന്നത് ഓയും, പർട്ടിക്കുലർ അഫർമേറ്റീവിന് നമ്മൾ ഇത് ഐ കൊടുക്കുമ്പം യൂണിവേഴ്സൽ നെഗറ്റീവിന് നമ്മൾ ഇ ആണ്. അപ്പോൾ യൂണിവേഴ്സൽ നെഗറ്റീവിന് ഇയും പർട്ടിക്കുലർ അഫർമേറ്റീവിന് ഐയുമാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അത് വരുന്നത്. അടുത്ത വാട്ട് ഈസ് മീൻ ബൈ ദ കൺജക്ഷൻ ഇൻ ലോജിക്? കൺജക്ഷൻ ലോജിക്കുമായുള്ള ബന്ധം എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിലുള്ളതാണ് കൺജക്ഷൻ, അല്ലേ? രണ്ട് കാര്യങ്ങളെ ഒന്നിപ്പിക്കുന്നത്. അത് ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോംഡ് ബൈ ഇൻസെർട്ടിങ് ദ വേർഡ് ആൻഡ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് ചേർത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻസെർട്ടിങ് വേർഡ് എന്ന് പറയുന്നത് ആൻഡ് ചേർത്ത് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഡോട്ടാണ് P.Q എന്നുള്ളത് പോലെ എക്സാമ്പിൾ. അത് വാട്ട് ഈസ് ദ സിമ്പിൾ യൂസ്ഡ് ഫോർ നെഗേഷൻ? നെഗേഷൻ്റെ സിമ്പിൾ എന്താണെന്നാണ്. നെഗേഷൻ്റെ സിമ്പിൾ കർൾ സിമ്പിളാണ്. വാട്ട് ഈസ് ദ സിമ്പിൾ യൂസ്ഡ് ഫോർ ഡിസ്ജങ്ഷൻ? ഡിസ്ജങ്ഷൻ്റെ സിമ്പിൾ ഏതെന്നാണ് ചോദിക്കുന്നത്. വെഡ്ജാണ്. വാട്ട് ആർ ദ 2 സെൻസസ് ഇൻ വിച്ച് ദ ഡിസ്ജങ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ലോജിക്? എന്താണത്? ദ എക്സ്ക്ലൂസീവ് സ്ട്രോങ് ആൻഡ് ഇൻക്ലൂസീവ് വീക്ക്. അപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിരിക്കും, ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ വീക്ക് ആയിരിക്കും. ഇതാണ് എന്തോന്ന് 2 സെൻസസ് ഇൻ വിച്ച് ദ ഡിസ്ജങ്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ലോജിക്. ഡിസ്ജങ്ഷനിൽ ലോജിക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 2 സെൻസിലാണ്. ഒന്ന് എക്സ്ക്ലൂസീവ് സ്ട്രോങ് ആയിരിക്കും, ഇൻക്ലൂസീവ് വീക്കും ആയിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ, വെൻ 2 സ്റ്റേറ്റ്മെൻറ്റ് ആർ കമ്പൈൻഡ് ബൈ യൂസിങ് ദ ഫേസ് ഇഫ് ദെൻ വാട്ട് ഈസ് ദ റിസൾട്ടിങ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്? ഇത് കണ്ടീഷണൽ ആൻഡ് ഹൈപ്പോത്തെറ്റിക്കൽ ഓർ ഇംപ്ലിക്കേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, കാരണസഹിതമായിട്ടുള്ള. അടുത്ത വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ 2 സ്റ്റേറ്റ്മെൻറ്റ് ബി മെറ്റീരിയലി ഇക്വാലൻറ്റ്? മെറ്റീരിയൽ ഇക്വാലൻറ്റിൽ ഉപയോഗിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ബോത്ത് മസ്റ്റ് ഹാവ് ദ സെയിം ട്രൂത്ത് വാല്യൂ. ഒരേ സത്യസന്ധമായ ഗുണങ്ങളാണ്, വാല്യൂ ആണ് അതിൽ കാണിക്കുന്നത്. ഏതിലാണ്? മെറ്റീരിയൽ ഇക്വാലൻസ്. അപ്പം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെല്ലാം ടൈപ്പ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ പ്രപ്പോസിഷൻ, യൂണിവേഴ്സൽ നെഗറ്റീവ് ഇ പ്രപ്പോസിഷൻ, പർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ പ്രപ്പോസിഷൻ, പർട്ടിക്കുലർ നെഗറ്റീവ് ഓ പ്രപ്പോസിഷൻ. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിൽ പാഠത്തിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ കൺജക്ഷൻ. ഇതിൽ മെയിനായിട്ട് കൺജക്ഷൻ ഉണ്ട്, നെഗേഷൻ ഉണ്ട്,
ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ടിവിറ്റികളാണ്. കണക്ടിവിറ്റി സിമ്പിൾസ്. 4 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ് ആർ കൺജക്ഷൻ, ഡിസ്റ്റിങ്ഷൻ, ഇംപ്ലിക്കേഷൻ, മെറ്റീരിയൽ ഇക്വാലൻസ്. ഇതിന് കണക്ട് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്ന് കൺജക്ഷനാണ്, അത് സംയോജനമാണ്. നെഗോഷ്യൻ വിയോജനമാണ്. ഡിസ്റ്റിങ്ഷൻ അത് നിഷേധമാണ്. ഇംപ്ലിക്കേഷൻ കാരണം സഹിതം കാണിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഇക്വാലൻസ്. അത് സെയിം ട്രൂത്ത് ആയിരിക്കും എല്ലായിടത്തും. ഇതിൽ മെയിനായിട്ട് നെഗേഷനെ കാണിക്കുന്നത് ഇതിൻ്റെ കാറ്റഗറിക്കൽ ലോജിക്കൽ കണക്ടിവിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നെഗേഷനാണ്. അത് കർൾ അല്ലെങ്കിൽ കർള് ഷേപ്പാണ് ട്വിറ്റർ. അടുത്ത് കൺജക്ഷൻ ആണെങ്കിൽ ഡോട്ടാണ്. ഡിസ്റ്റിങ്ഷൻ ആണെങ്കിൽ വെഡ്ജാണ്. ഇംപ്ലിക്കേഷൻ ആണെങ്കിൽ ഹോർഷൂ ആണ്. ബൈ കണ്ടീഷണലാണെങ്കിൽ ട്രിപ്പിൾ ബാറാണ്. യൂണിറ്റ് 3യിലുള്ളത് ബ്ലോക്ക് 2ൽ യൂണിറ്റ് 3 ആർഗ്യുമെൻറ്റ്സ് ആർ ആർട്ടിക്കുലേറ്റഡ് ത്രൂ ലാംഗ്വേജ്. ലാംഗ്വേജിനെ വ്യക്തമാക്കാൻ നമുക്ക് ആർഗ്യുമെൻറ്റ്സുകൾ വേണമെന്നുള്ളതാണ്. ഇൻകറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ലീഡ്സ് ഓഫ് ഫാലസീസ്, അല്ലെങ്കിൽ അതിൽ വീഴ്ചകൾ സംഭവിക്കുമെന്നാണ്. ലാംഗ്വേജ് ആൻഡ് തിങ്കേഴ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ലാംഗ്വേജ് എപ്പോഴും എന്തുമായി നമ്മുടെ തിങ്കിങ്ങുമായിട്ട് ക്ലോസ് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആർ ഇൻഫർമേറ്റീവ്, എക്സ്പ്രസീവ്, ഡയറക്റ്റീവ്, സെർമോണിക്കൽ ആൻഡ് പെർഫോമേറ്റീവ്. വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻ, ഡിഫറൻറ്റ് ലാംഗ്വേജ് ഫങ്ഷൻ നമുക്കുണ്ട്. അതിൽ ഇൻഫർമേറ്റീവ്, എക്സ്പ്രസീവ്, ഡയറക്റ്റീവ്, സെർമോണിക്കൽ ആൻഡ് പെർഫോമേറ്റീവ്. പിന്നെ അടുത്തത് ഇൻഫർമേറ്റീവ് ഫങ്ഷൻ ലാംഗ്വേജ് പറയുന്നത് ഇൻഫോം ആൻഡ് ഡിസ്ക്രൈബ് ഫാക്റ്റ്. നമ്മൾ വിവരങ്ങളും അതുപോലെ ഡിസ്ക്രൈബ് ഫാക്റ്റുകളും നൽകുന്നതിന് വേണ്ടി ഇൻഫർമേറ്റീവ് ഫങ്ഷൻ ലാംഗ്വേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എക്സ്പ്രസീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു എക്സ്പ്രസ് ദ ഇമോഷണൽ ആൻഡ് ഫീലിങ്സ് ഓഫ് ദ സ്പീക്കർ. അതുപോലെ തന്നെ എക്സ്പ്രസീവ് ഫങ്ഷൻ ലാംഗ്വേജ് നമ്മൾ എന്താണ്, ഇമോഷനും ഫീലിങ്സുമാണ് നമ്മൾ അതിന് വേണ്ടി അത് പ്രകടിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഡയറക്റ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കമാൻഡ് പറയാൻ, സജസ്റ്റ് അഭിപ്രായം പറയാൻ, റിക്വസ്റ്റ് നമുക്ക് എന്താണ് അപേക്ഷകൾ പറയാൻ, അതുപോലെയുള്ള സെർട്ടൺ വർക്കുകൾ തീർച്ചപ്പെടുത്തുന്ന വർക്കുകളെക്കുറിച്ചൊക്കെയാണ് ഡയറക്റ്റീവ് ഫങ്ഷനിൽ ഉപയോഗിക്കുന്നത്. ഇമ്പാറ്റീവ് സെൻറ്റൻസ് ആണ് കൂടുതലും ഡയറക്റ്റീവ് ഫങ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെർമോണിക്കൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു ഗ്രീറ്റ്. അതെ, സെർമോണിക്കൽ ആചാരപരമായിട്ടുള്ള ഇത് ഫങ്ഷൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ആശംസകൾ പറയാനാണ്. സെർമോണിക്കൽ ലാംഗ്വേജ് ഈസ് ദ മിക്സർ ഓഫ് ദി എക്സ്പ്രസീവ് ആൻഡ് ഡയറക്റ്റീവ് യൂസ് ഓഫ് ദ ലാംഗ്വേജ്. സെർമോണിക്കൽ ലാംഗ്വേജ് മിക്സ് ചെയ്തിരിക്കുന്ന ആരൊക്കെ തമ്മിലാണ് എക്സ്പ്രസീവ് ഫങ്ഷനും ഡയറക്റ്റീവ് ഫങ്ഷനും ആയിട്ട് ഇത് നമ്മുടെ ഭാഷയിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഈസ് ടു അക്കംപ്ലിഷ് സം സോഷ്യൽ ആക്ട്. അതുപോലെ നമ്മൾ സോഷ്യൽ പ്രവർത്തികളുമായിട്ട് ആക്ടുകളുമായിട്ട് ഉള്ള ബന്ധപ്പെട്ടിരിക്കുന്നതിൽ നമ്മൾ പെർഫോമേറ്റീവ് ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇമോഷണലി ന്യൂട്രൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ഫ്രീ ഫ്രം ഇമോഷൻ. നമ്മുടെ ഇമോഷനുകളെ ഫ്രീ ആക്കുന്നതിന് വേണ്ടി വൈകാരികമായുള്ള പല നിമിഷങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമോഷണലി ന്യൂട്രലാണ്, വൈകാരിക നിഷ്പക്ഷമായ ഫങ്ഷനാണെന്നാണ് പറയുന്നത്. നമുക്ക് സമാധാന വാക്കുകൾ, ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇമോറ്റീവ്ലി ന്യൂട്രൽ ഫങ്ഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. അത് ഡെഫിനിഷൻ ഹെൽപ്പ് ടു എലിമിനേറ്റ് ആംബിഗ്യൂറ്റി. ഇതിൻ്റെ നിർവചനങ്ങൾ അവ്യക്തതകൾ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഇൻ ലോജിക് ഡ്യൂ ടു ദി ഇൻകറക്റ്റ് യൂസ് ഓഫ് ദ ലാംഗ്വേജ്. ലാംഗ്വേജുകൾ ഇൻകറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണ്? ലാംഗ്വേജുകൾ ഇൻകറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ്, ലീഡ്സ് ഓഫ് എ ഫാലസിസ്, തെറ്റിദ്ധാരണകളിലേക്ക് നമ്മളെ നയിക്കും. അതുപോലെ വാട്ട് ആർ ദ ഡിഫറൻസ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്, എന്തൊക്കെയാണ് ലാംഗ്വേജിൻ്റെ വ്യത്യസ്തമായ ഫങ്ഷനുകൾ, ലാംഗ്വേജ് ഫങ്ഷനുകൾ ഏതൊക്കെയാണ്? ലാംഗ്വേജ് ഫങ്ഷനിൽ ഒന്ന് ഇൻഫർമേറ്റീവ് ഉണ്ട്, എക്സ്പ്രസീവ് ഉണ്ട്, ഡയറക്റ്റീവ്, സെർമോണിക്കൽ ആൻഡ് പെർഫോമേറ്റീവ്. വാട്ട് ആർ ദ ഇൻഫർമേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഇൻഫർമേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്താണ്? അത് ഇൻഫോം ആൻഡ് ദ ഡിസ്ക്രൈബ് ഫാക്റ്റ് ആണ്. അത് വസ്തുതകൾ കണ്ടെത്തി അത് ഡിസ്ക്രൈബ് ഫാക്റ്റ് നൽകുന്നതാണ്, വിവരങ്ങൾ നൽകുന്നതാണ്. വാട്ട് ആർ ദ എക്സ്പ്രസീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. എക്സ്പ്രസീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്താണ്? അത് എക്സ്പ്രസ് ഇമോഷൻ ആൻഡ് ഫീലിങ്സും ഇമോഷനും വികാരങ്ങളും നമ്മളെ ഫീലിങ്സുകളും എക്സ്പ്രസ് ചെയ്യാനാണ് ഈ ലാംഗ്വേജ് ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത 5ാമത്തെ മെൻഷൻ ദ ഡയറക്റ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. ഡയറക്റ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജിൻ്റെ മെൻഷൻ എന്താണ്? കമാൻഡ് പറയാൻ, സജസ്റ്റ്, നമുക്ക് ഒരു അഭിപ്രായം പറയാൻ, റിക്വസ്റ്റ് അപേക്ഷ കൊടുക്കാനെല്ലാം നമുക്ക്, അതുപോലെ തന്നെ നിശ്ചയമായിട്ടുള്ള വർക്കുകൾക്കെല്ലാം നമ്മൾ ഡയറക്റ്റീവ് ലാംഗ്വേജ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ദ സെർമോണിക്കൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. സെർമോണിക്കൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജിൻ്റെ ഉപയോഗം ടു ഗ്രീറ്റ് അതേഴ്സ്, നമ്മൾ ആശംസകൾ പറയാൻ ഉപയോഗിക്കും. വാട്ട് ഈസ് ദ പെർഫോമേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. പെർഫോമേറ്റീവ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് എന്താണ്? ടു അക്കംപ്ലിഷ് സം സോഷ്യൽ ആക്ട്, സോഷ്യൽ ആക്ടുകളെ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കും. വാട്ട് ഈസ് ദ ന്യൂട്രൽ ഇമോറ്റീവ്ലി ന്യൂട്രൽ ലാംഗ്വേജ്. ന്യൂട്രൽ ലാംഗ്വേജിൻ്റെ ഉപയോഗം എന്താ?
അത് ഫ്രീ ഫ്രം ഇമോഷൻ, നമ്മളെ ഈ വികാരങ്ങളെ ഫ്രീ ആക്കാൻ ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ദ കാൾഡ് വെൻ ദ ഡെഫിനിഷൻസ് എറൈസ് ത്രൂ അസൈനിങ് എ മെൻഷൻ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റുപ്പുലേറ്റീവ് ഡെഫിനിഷനാണ്, വ്യവസ്ഥ ഉന്നയിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. അടുത്ത വാട്ട് ഇറ്റ് ഈസ് കാൾഡ് വെൻ ദ ഡെഫിനിഷൻ റിപ്പോർട്ട് ദ എസ്റ്റാബ്ലിഷ്ഡ് യൂസേജ് ദ ഡസ് നോട്ട് ഗീവ് എ ന്യൂ മീനിങ് ഓഫ് ടു ദം? എന്താണത്? ലെക്സിക്കൽ ഡെഫിനിഷൻ. ലെക്സിക്കൽ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ പുതിയ മീനിങ്ങുകൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഉപയോഗിക്കുന്ന നിഘണ്ടുവിൽ നിന്ന് തന്നെയാണ് അത് കണ്ടെത്തുന്നത്. വാട്ട് ഈസ് ദ അതർ ടേം യൂസ്ഡ് റെഫേഴ്സ് ലെക്സിക്കൽ ഡെഫിനിഷൻ? ലെക്സിക്കൽ ഡെഫിനിഷന് വേറൊരു പേരാണ് റിയൽ ഡെഫിനിഷനാണ്. അതാണ് ശരിക്കും യഥാർത്ഥ നിർവചനത്തിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലെക്സിക്കൽ ഡെഫിനിഷനാണ്. റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദി ഡെഫിനിഷൻ വിച്ച് മാക്ക് നോൺ ടേം മോർ ദ പ്രിസൈസ് ആൻഡ് ഗോസ് ബിയോണ്ട് ദ എസ്റ്റാബ്ലിഷ് യൂസേജ്. 12ാമത്തേത് പ്രിസൈസിങ് ഡെഫിനിഷൻ, അത് കൃത്യത നൽകുന്നു എന്നുള്ളതാണ്. വിച്ച് ഡെഫിനിഷൻ ആർ ഫോർമുലേറ്റഡ് ഇൻ ദ ഓർഡർ ടു ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി റീഡേഴ്സ്? റീഡേഴ്സിൻ്റെ മനോഭാവത്തെ സ്വാധീനിക്കുന്നത്. അത് പെർസീവ് ഡെഫിനിഷനാണ്, ബോധ്യപ്പെടുത്തുന്ന ഡെഫിനിഷനാണ്. വിച്ച് ഡെഫിനിഷൻ അറ്റംപ്റ്റ് ടു ഫോം തിയറിറ്റിക്കൽ അഡ്വക്കേറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ടു വിച്ച് ദ ടേം അപ്ലൈസ്? ഉപയോഗിക്കുന്നത് തിയറിറ്റിക്കൽ ഡെഫിനിഷനാണ്. എന്തുപയോഗിക്കുന്നത്? തിയറിറ്റിക്കലായിട്ടുള്ള അറ്റംപ്റ്റുകൾക്ക് നമ്മൾ കൂടുതലും സിദ്ധാന്തപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അത് അപ്ലൈ ചെയ്യുന്നത് തിയറിറ്റിക്കൽ ഡെഫിനിഷനാണ്.